ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവജലത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 18-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 13 വേഴ്സ് 17 നാം ഇപ്രകാരം വായിക്കുന്നു: നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാം, ഞാൻ അത് നിനക്ക് തരും. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകളാണ് നാം ഇന്ന് വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. ഇതിന് ഇടയായ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഉൽപ്പത്തി പുസ്തകം 12-13 അധ്യായങ്ങളിൽ വ്യക്തമാണ്. 13-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അബ്രഹാം സഹോദരപുത്രനായ ലോത്തും കൂടെ ചേർന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് എത്തുന്നു. എന്നാൽ ദേശത്ത് വഹിക്കാൻ പറ്റാതെ വണ്ണം ഇവരുടെ ആടുമാടുകൾ ബഹുലമായിരുന്നു. അങ്ങനെ ഇവരുടെ ഇടയന്മാർ തമ്മിൽ അല്പം പ്രയാസം നേരിട്ടപ്പോൾ അബ്രഹാം അതിനൊരു സൊല്യൂഷനായി ലോത്തിനോട് പറഞ്ഞു, നമ്മൾ സഹോദരങ്ങളാണ്, അതുകൊണ്ട് ഇടയന്മാർ തമ്മിൽ വഴക്കിട്ട് അത് സഹോദര ബന്ധത്തെ ബാധിക്കാതെ വണ്ണം ഇതിന് നമുക്കൊരു പരിഹാരം കണ്ടെത്തണം. അതുകൊണ്ട് നമുക്കിനിയും വേർപിരിയാം. നീ തിരഞ്ഞെടുക്കുക എവിടെയാണ് എന്താണ് വേണ്ടത്. അങ്ങനെ ലോത്ത് നോക്കിയപ്പോൾ യോർദാൻ അരികെയുള്ള സോദോം ഗൊമോറ തന്റെ കാഴ്ചയ്ക്ക് തന്റെ ആടുമാടുകൾക്ക് നല്ലത് എന്ന് തോന്നി തിരഞ്ഞെടുത്തു. എന്നാൽ തന്റെ 2 പെൺകുട്ടികളുമായി അവിടെ താമസിക്കാൻ പറ്റുമോ എന്നത് ലോത്ത് ചിന്തിച്ചില്ല. നാം വായിക്കുന്നു, അബ്രഹാം തെക്കേ ദേശത്തു തന്നെ പാർത്തു. അങ്ങനെ കനാൻ നാട്ടിൽ അബ്രഹാം പാർത്തു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നു. പറയാൻ, നീ തലപൊക്കി നോക്കി വലത്തോട്ടും ഇടത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും ഒക്കെ നോക്ക്. ഇത് മുഴുവനും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. നീ നോക്ക്, ഈ കാണുന്ന ഭൂമിയിലെ പൊടി പോലെ നിനക്കതിനെ എണ്ണാമെങ്കിൽ എണ്ണുക, അതുപോലെ സന്തതിയെ തരും. പ്രിയമുള്ളവരെ, അതങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? ഇന്ന് ലോകത്ത് ചിതറിപ്പാർക്കുന്ന പ്രധാനപ്പെട്ട 3 കൂട്ടർ, അതെ, യൂത സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, ഇവരെല്ലാം അബ്രഹാമിന്റെ സന്തതി പരമ്പരയാണ്. പറഞ്ഞതുപോലെ തന്നെ ദൈവം നിവർത്തിച്ചു. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ഈ കണ്ട പ്രദേശത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്, ഞാൻ അത് നിനക്ക് തരും. നമ്മൾ തുടർന്ന് യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ യോശുവോട് പറയുന്ന വാക്കുകൾ നമുക്കറിയാം. നിന്റെ ഉള്ളം കാല് ചവിട്ടുന്ന പ്രദേശം നിനക്ക് അവകാശമായി ഞാൻ തരും. അത് അതിനൊക്കെ മുൻപേ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാ.
നീ പ്രദേശത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്, ഇത് ഞാൻ നിനക്ക് അവകാശമായി തരും. ഡിസംബർ മാസം 18-ാം തീയതി ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി അനവധി പരാജയങ്ങൾ, വേദനകൾ, വിഷമതകൾ, പ്രതികൂലങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം. 2024 നമ്മിൽ നിന്ന് വിട്ടുപോകുവാൻ എണ്ണപ്പെടുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി നടത്തിയെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച പല മേഖലകളിലും പരാജിതരായേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം, തള്ളപ്പെട്ടേക്കാം. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനക്കയറ്റം, സ്ഥാപനത്തിലെ ജോലി, ചില ആവശ്യങ്ങൾ, ചില അവസ്ഥകൾ, സാഹചര്യങ്ങൾ, ഇവയിലൊന്നും നിങ്ങൾ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. പരീക്ഷയിൽ നിങ്ങൾ വേണ്ടവണ്ണം വിജയം പ്രാപിച്ചില്ല. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. ഇങ്ങനെ നീണ്ടുപോകുന്നു പരാജയത്തിന്റെയും വേദനയുടെയും ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ ആ പ്രശ്നമുണ്ടല്ലോ, പരാജയമുണ്ടല്ലോ, നിയമത്തിന്റെ കുരുക്കുകളുണ്ടല്ലോ, പ്രതികൂലത്തിന്റെ നീണ്ട നിരയുണ്ടല്ലോ, നിങ്ങളുടെ നിരാശയുടെ സാഹചര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ചെറുതും വലുതുമായി നിങ്ങൾ ഇന്ന് കടന്നു പൊക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സമസ്ത മേഖലയിലെ പ്രതികൂലങ്ങളുടെ നീണ്ട നിര നിങ്ങളുടെ കരങ്ങളിലോട്ട് എടുത്തു വെക്കണം. എന്നിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഇന്നത്തെ വാഗ്ദത്ത വചനമായ ഉൽപ്പത്തി 13-17 വാക്യങ്ങളിലെ പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വലതുകരം വെച്ച് അതിനെ അനുഗ്രഹിക്കുക. അതേസമയത്ത് ഓർക്കണം, അബ്രഹാമിനോട് പറഞ്ഞു, നീ നെടുകയും കുറുകയും നീ കണ്ട ഈ ദേശത്തൂടെ നടക്ക്, ഞാൻ അത് നിനക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീസ, വിദേശത്ത് പഠിക്കുവാനോ ജോലിക്കോ പോയവരായിരിക്കാം. RP-യുടെ പ്രശ്നം, പെർമിറ്റിന്റെ പ്രശ്നം, തുടർന്നുള്ള പഠനത്തിന്റെ പ്രശ്നം, അസൈൻമെന്റ്സിന്റെ പ്രശ്നം, നിലനിൽപ്പിന്റെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ വിവാഹപ്രായമെത്തി, നിരവധി അനവധി ആലോചനകൾ വന്നു, ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ല. ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി, എങ്ങും എത്തുന്നില്ല. ഒരു മാസം അവസാനിക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ അത്യാവശ്യം വേണ്ടുന്ന നല്ല ഒരു എമൗണ്ട് സാലറിയായി ലഭിക്കുന്നുണ്ട്. പക്ഷേ കടം ഒഴിയുന്നില്ല, ബാധ്യതകൾ ഏറി വരുന്നു. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടത്തിന്റെയും തകർച്ചയുടെയും പരാജയത്തിന്റെയും കണക്കുകൾ മാത്രമേ മുൻപിലുള്ളൂ. അങ്ങനെയുള്ള വേദനയുടെ, നിരാശയുടെ, പരാജയത്തിന്റെ കണക്കുകൾ കയ്യിലെടുത്തു വെച്ചിട്ട് ആ കണക്കയിലോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരം വെക്കുക. നിങ്ങൾ വിശ്വസിക്ക്, ഇന്നത്തെ വാഗ്ദത്ത വചനം ഉള്ളിന്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ആവർത്തിച്ച് ഉരുവിടുക. എന്റെ യേശു എനിക്കിത് തരും, എന്റെ യേശുവിൽ കൂടെ ഞാൻ ഇതിന്മേൽ ജയം പ്രാപിക്കും, എന്റെ പരാജയം എന്റെ അപ്പൻ വിജയമാക്കി തീർക്കും, എന്റെ കുഞ്ഞിന് നല്ല ഭാവി ലഭിക്കും,
എന്റെ മകന്റെ മകളുടെ വിവാഹം തമ്പുരാൻ നടത്തി തരും. എന്റെ ജോലിസ്ഥാനത്തെ പ്രതികൂലം അപ്പൻ മാറ്റി തരും. ഞാൻ കടന്നു പോകുന്ന വിസയുടെ പ്രശ്നം എന്റെ അപ്പൻ മാറ്റി തരും. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ മുൻപിൽ നിർത്തിയിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം ദൈവനാമത്തിൽ വിശ്വസിച്ച് ആവർത്തിച്ച് ഉരുവിടുക. നിങ്ങൾക്കത് ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളത് പ്രാപിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെ ദിനമാവട്ടെ. നിങ്ങളുടെ ജോലി സ്ഥാനത്തെ കോൺട്രാക്ട് റിന്യൂവൽ പ്രോബ്ലം ഉണ്ടോ? നിങ്ങളുടെ വിസ റിന്യൂവൽ പ്രോബ്ലം ഉണ്ടോ? നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശപ്പെട്ട തുക ലഭിക്കാതെ പ്രതിസന്ധിയിലാണോ? നിയമക്കുരുക്കിലാണോ? സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ പ്രശ്നം ഇന്ന് തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കാൻ പ്രാർത്ഥനയോടെ അതിന്മേൽ കരം വെക്കുക. ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് അവിടുന്ന് പറഞ്ഞു, നീ ഇരിക്കുന്നിടത്തിരുന്ന് വലത്തോട്ടും ഇടത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്ക്, നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന്. നീ അതിന്മേൽ നെടുകയും കുറുകയും നടക്ക്, ഞാനത് തരുമെന്ന്. അങ്ങനെ ചെയ്ത ദൈവം ഇന്ന് എന്റെ ഈ പ്രശ്നത്തിന്, എന്റെ ഈ വിഷയത്തിന് മറുപടി തരുവാൻ മതിയായ ദൈവമാണ്. മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് ഭാരപ്പെട്ടിരിക്കുകയാണോ? ആരോഗ്യ പ്രയാസത്തിൽ വേദനിച്ചിരിക്കുകയാണോ? പ്രിയപ്പെട്ടവർ ചതിച്ചതിനാൽ സാമ്പത്തിക ബാധ്യതയിലാണോ? സ്നേഹിതരും കുടുംബാംഗങ്ങളും ഒറ്റപ്പെടുത്തിയതിൽ നിരാശയിലാണോ? വിഷമിക്കേണ്ട. എന്നോടും നിങ്ങളോടും കൂടെയുള്ള ദൈവം നമ്മെ ഒരിക്കലും അനാഥരായി വിടുന്ന ദൈവമല്ല. കൂടെ ഇരുന്ന് വേണ്ടത് നൽകുന്ന ദൈവമാണ്. അതെ, അബ്രഹാമിനെ വിളിച്ച് കനാൻ നാട്ടിൽ കൊണ്ടാക്കിയെങ്കിൽ അതിനെ കരങ്ങളിൽ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. എന്റെയും നിങ്ങളെയും വെളിമ്പ്രദേശത്തു നിന്നും തന്റെ മക്കളാക്കി തീർത്തുവെങ്കിൽ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട നിലകളിൽ തരുവാൻ ദൈവം മതിയായവനും വിശ്വസ്തനുമാണ്. ആ തമ്പുരാൻ ഇന്ന് പകൽ ജീവജലത്തിന്റെ ശ്രോതാക്കളായ നിങ്ങളേവരെയും എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ, കരം പിടിച്ച് നടത്തട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിനായി നമ്മെ തന്നെ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനോട് അവിടുന്ന് പറഞ്ഞു, നീ കണ്ട ഈ ദേശം നിനക്ക് ഞാൻ തരും, നീ നെടുകയും കുറുകയും നടകൊള്ളുക. അതെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി, പരാജയങ്ങളെ നോക്കി, പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നോക്കി നിലവിളിക്കുവാനോ നിരാശപ്പെടുവാനോ പിന്മാറുവാനോ അല്ല, യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് അതിനെ പിടിച്ചടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. വേദനയിൽ, സങ്കടത്തിൽ, പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾ ഇന്ന് ഈ ദൈവജനം കേൾക്കുന്നുണ്ടപ്പാ. അവരോട് അവിടുന്ന് ഇടപെടണം, ധൈര്യപ്പെടുത്തണം, വചനത്താൽ അവരെ നിറയ്ക്കുകയും അവരുടെ പ്രതികൂലങ്ങളിൽ അവിടുന്ന് അനുകൂലകനായിരുന്ന് പുതുവഴി തുറന്ന് അവരുടെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ കാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ,
ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ അവകാശങ്ങൾ തമ്പുരാൻ നമുക്കും നമ്മുടെ തലമുറയ്ക്കും നൽകുമെന്ന് പറഞ്ഞത് ശത്രു കൊണ്ടുപോകാതെ, നമ്മിൽ നിന്നും അന്യപ്പെട്ടു പോകാതെ അവ പ്രാപിച്ചെടുക്കുവാൻ വചനപ്രകാരം പ്രാർത്ഥനയോടെ മുന്നേറാം. അങ്ങനെ ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ലഭിക്കപ്പെട്ട നന്മകൾ സ്വായത്തമാക്കുന്ന ദിനമായി ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.